പാട്ട് പാടാൻ ഒക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർ കൂടെ പാടാൻ പറ്റുന്ന ഒരു പാട്ട് നമുക്ക് രണ്ടുകൂടെ പാടിയാലോ? ഏത് പാട്ട്? അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ മണമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ മണം നല്ല മണം വരുന്നുണ്ടോ? നല്ല മണം വരുന്നുണ്ട്. അതെന്താന്നറിയോ? വിശന്നിട്ട് കൊടല് കരിഞ്ഞ മണ. ഈ പാട്ട് പാടി അകത്തോട്ട് വല്ലതും പോവോ? ഇല്ല. അതിനെന്ത് വേണം? പണിക്ക് പോകണം. ആര് പണി ചെയ്യണം? നീ പണി ചെയ്യണം. ഞാനാ? പിന്നെ നീ പണി വേണം, എനിക്കൊരു ചെലവ് തരാൻ. എന്റെ പൊന്നാങ്ങളെ നിങ്ങളുടെ കൈ പിടിച്ചു തരുമ്പോ എന്താ പറഞ്ഞെന്നറിയോ? മലയാള സിനിമയിലെ അടുത്ത ഗാനഗന്ധർവനാണ് ഏട്ടനെന്ന്. അതല്ലേ എന്റെ ജീവിതത്തിന്റെ രക്തത്തിൽ ഇങ്ങനെ അലിഞ്ഞു കിടക്കുന്നതല്ലേ സംഗീതം എന്ന് പറയുന്നത്. സംഗീതത്തിനകത്ത് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വേദിയിൽ വീണു മരിക്കണമെന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ അംബിഷൻ. അതെന്തായാലും നടക്കും മാധവേട്ട. നിങ്ങൾ സ്റ്റേജിൽ പാടാൻ അങ്ങ് കേറിയ മതി, ബാക്കിയുള്ളത് നാട്ടുകാർ നോക്കി. ഇതുപോലെ കലാബോധം ഇല്ലാത്തൊരു കരുതിയാണല്ലോ എന്റെ തലയിൽ വെച്ച് കെട്ടിയിരിക്കുന്നത്. നിനക്ക് കലാബോധം ലേശം പോലും ഇല്ല. എടി സംഗീതം എന്ന് പറയുന്നത് അനന്ത സാഗരമാണ്. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ സാഗരത്തിലേക്ക് വള്ളവും വലിയും കൊണ്ടുപോ. 10 കിലോ മീനെങ്കിലും പിടിച്ചിട്ട് വാ. ആര് പോവും? നീ പോണം. ഞാനാ? പിന്നല്ലാണ്ട് നിനക്കാകുമ്പോ വല വീശാൻ നല്ല പ്രാക്ടീസ് അല്ലേ, ഇഷ്ടം പോലെ മീനെ കിട്ടും. എന്റെ മാധവേട്ട, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോക്കൂടെ? അയ്യോ, എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല. അതെന്താ? പണിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ തൊണ്ടയ്ക്ക് സ്ക്രാച്ച് വീഴും. എന്റെ ദൈവമേ. അതെ മാധവേട്ടൻ, ഒരു കാര്യം അറിയോ? പാട്ട് പാടി പണിക്ക് പോയി വൈറലായി ഒരുപാട് പേരുണ്ട് മാധവേട്ട. അടുത്തിടയ്ക്ക് ഒരു ഹിന്ദിക്കാരൻ വൈറലായില്ലേ? അതറിയില്ലേ? കടിച്ചാ തുപ്പാ അല്ല, കച്ചാ ബദാം. എന്താണെങ്കിലും ശരി, അയാൾ പാട്ട് പാടി വൈറലായോ? അത് പണിക്ക് പോയിട്ടാ. അത് ശരി. അപ്പൊ പാട്ട് പാടി കഴിഞ്ഞാൽ വൈറലാവും അല്ലേ? ചുമ്മാതല്ല, സുഷമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നത് ഒരു പാട്ട് പാടിത്തരാമോ എന്ന്. ഇതറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒക്കെ ചെയിൻ സോങ് പാടി കൊടുത്തേരെ. എനിക്കറിയാം, നിങ്ങൾ എവിടേക്കോ പോയിട്ട് ചെയിൻ സോങ് പാടുന്നുണ്ട്. നാട്ടിൽ മുഴുവൻ പാട്ടാ. ചുമ്മാ സംശയിക്കരുത്, എന്നെ സംശയിക്കരുത് കേട്ടോ. സംശയമില്ല, ഇത് നടന്നതാ. കുടുംബശ്രീയിലെ ലത ചേച്ചിയില്ലേ? ലത ചേച്ചിയുടെ ഒരു മോനുണ്ടല്ലോ, ആ മോനും നിങ്ങളും പാടുമ്പോ ഒരേ ശബ്ദ. എന്റെ ദൈവം, നീയൊക്കെ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത്? ഒരേപോലെ ഉള്ള 9 പേരുള്ളത് പോലെ ഒരേ സ്വരത്തിലുള്ള 9 പേരുണ്ടാവും എന്നാണ് പറയുന്നത്. അതിൽ ഒരെണ്ണത്തിന് ഞാൻ പിടിച്ച്, ബാക്കി 8 എവിടെ?